തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനെ അവസരവാദിയെന്ന് എം.വി. ഗോവിന്ദൻ. ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി.ജെ.പിക്കെതിരെ പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയെന്ന് എം.വി. ഗോവിന്ദൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പമ്പ്ളാനി അപ്പോജിറ്റി. പമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പ്ളാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. നിഖിൽ അളവൂരുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, രൂക്ഷമായ വിമർശനമാണ് എം.വി. ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. ഇതെവിടെയാണ് അദ്ദേഹം പറഞ്ഞത്? മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഏതായാലും അതിരൂക്ഷമായ വിമർശനമാണ് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. തളിപ്പറമ്പിൽ NGO യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ പാംബ്ലാനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം എം.വി. ഗോവിന്ദൻ ഉന്നയിച്ചത്. അവസരവാദം ഏറ്റവും ശക്തമായി പറയുന്നയാളാണ് മാർ ജോസഫ് പാംബ്ലാനി എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. അതിനദ്ദേഹം നൽകുന്ന വിശദീകരണം, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംബ്ലാനി BJPക്കെതിരെ പറയുന്നു. പിന്നീട് അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ ഉടൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്തുതി പറയുന്നു. അതിന്റെ ഭാഗമായി പിന്നീട് RSSന്റെ ഓഫീസിലേക്ക് സോപ്പിടാൻ വേണ്ടി കേക്കുമായിട്ടാണ് അച്ഛന്മാർ പോകുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും കേൾക്കുന്നത് ഒറീസയിൽ വൈദികർ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയാണ്. അപ്പോൾ വീണ്ടും BJPയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയുന്നു. അങ്ങനെ അവസരവാദപരമായ സമീപനമാണ് മാർ ജോസഫ് പാംബ്ലാനി സ്വീകരിക്കുന്നത് എന്നതാണ് എം.വി. ഗോവിന്ദന്റെ വിമർശനം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനംമാറ്റം വരുന്നത് കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ ഈ RSS ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുകൂടിയാണ് എം.വി. ഗോവിന്ദൻ ഓർമ്മിപ്പിക്കുന്നത്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.